അതൊക്കെ നമ്മൾ അംഗീകരിക്കുക. നമ്മുടെ ഗിന്നസ് ബക്രു പറഞ്ഞിട്ടില്ലേ, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന്. അതുപോലെ അദ്ദേഹത്തിന് പൊക്കമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇത്രയും അറിയപ്പെട്ടു. നിങ്ങൾ പറഞ്ഞ പോലെ പല്ല് പൊന്തി പോയാൽ എൻ്റെ ഒരു പല്ലിന് ചെറിയൊരു കോട്ടറുണ്ട്. ചിരിക്കുമ്പോൾ പല ആളുകൾ നോക്കും, ആ പല്ല് കണ്ടിട്ട് ചിരിക്കാത്ത ഒരവസ്ഥയിലുണ്ടാവും. കളിയാക്കി കരുതിക്കാണ്ട് അയാളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോണില്ല. പക്ഷെ അയാളെ ഒപ്പം പിടിച്ചെന്ന് കരുതിക്കാണ്ട് ഒരു ചിരി കൊണ്ട് മാത്രം ഒത്തിരി പ്രായമായവരാണ് കൂടുതലും ബോഡി ഷേമിങ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി അത് ഹേർട്ടാകും. അതുകൊണ്ട് പ്രതികരിക്കണം. സോ അവർക്ക് ജീവിക്കണം, ഇതാക്കണം. ഇപ്പം ഞാൻ മെലിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ജീവിക്കേണ്ട ഈ സൊസൈറ്റിയിൽ. എനിക്ക് മരിക്കാൻ പറ്റുമോ? ഇല്ല. ഓവറായിട്ട് ഇപ്പം ഞാൻ നല്ല തടിച്ചിരിക്കുകയാണെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ ആ തടി കാണുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും. ആ നല്ല ചബ്ബി ഫേസ് ഉള്ളത്, എനിക്ക് ചബ്ബി ഫേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൈസുള്ള ഒരു കവളൊക്കെ ചാടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സ്വയം ചിന്തിക്കുക, പറയുമ്പോൾ മുൻകൂട്ടി ചിന്തിക്കുക, നോക്കുക. നമ്മളൊരാളെ ബോഡി ഷേമ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം രൂപം എങ്ങനെയെന്നും കൂടി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഓരോരുത്തർ ഇതാണ് ഇപ്പോൾ കാണുന്നവർ പലതും വിചാരിക്കും. ഇപ്പോൾ ഞാൻ ഈ താടി വളർത്തിട്ട് ഈ സൊസൈറ്റി നടക്കണതാണ്. ആൾക്കാർ പറയണത് ഞാൻ കഞ്ചാവാണ് മറ്റേതാണെന്ന് പറയും. കഞ്ചാവെന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. പിന്നെ കറുപ്പിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, വെളുപ്പിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. അതേപോലെ തടിക്ക് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്, മെലിഞ്ഞ ആൾക്ക് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. അപ്പം പറയാനൊന്നുമില്ല, ഓല് പറഞ്ഞിട്ടില്ല, ഒരു വെറുതെ പറയുകയാണത്. അത് ഓൽക്ക് അനുഭവം വരുമ്പോൾ ഓല് പഠിക്കും. ആരുടെ ചിലവരല്ല നമ്മൾ ജീവിക്കണത്. സ്വന്തമായിട്ട് അങ്ങ് പോവുക, മൈൻഡാക്കുക, ഹാപ്പി ആയിട്ട് അങ്ങ് പോവുക, അത്ര സീനേ ഉള്ളൂ. ഒരാളിപ്പോൾ നമ്മൾ ഷെയിം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ട്. രീതിയിലല്ല, ഒരാളുടെ വണ്ണം കൂടുന്നു, ചിലപ്പോൾ ചിലർക്ക് കളറ് കുറവായിരിക്കാം. അതൊക്കെ ചിലപ്പോൾ അവരുടെ ശരീരപ്രകൃതി അതുപോലെ ആയിരിക്കാം, പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതായിരിക്കാം. അപ്പോൾ ആരെയും കളിയാക്കണ്ടെന്നിരിക്കും. ഇപ്പോൾ പണ്ട് ക്ലാസ്സിൽ പോകുമ്പോഴേലും ഓരോരുത്തർ കളിയാക്കുമ്പോൾ ആ കുട്ടി അട്ടിയിരുന്ന് കരയുന്നത് വിഷമം കൊണ്ടല്ലേ. അതേപോലെ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് തരത്തിലുള്ള കളിയാക്കലുകൾ നിലനിൽക്കുന്നുണ്ട്. തടി കൂടിയാലും കുറഞ്ഞാലും, നിറം കൂടിയാലും കുറഞ്ഞാലും, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കളിയാക്കലുകൾ. ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് പബ്ലിക്കിനോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കളിയാക്കൽ നിലനിൽക്കുന്നുണ്ട്. തടി കൂടിക്കഴിഞ്ഞാൽ, മെലിഞ്ഞ് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കുറഞ്ഞാൽ, ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് പല്ല് പൊന്തിക്കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാ തരത്തിലും കളിയാക്കൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങളെ യൂത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കളിയാക്കൽ എന്താ, സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഫീലിങ്സും ഇതൊക്കെ മനസ്സിലാക്കി അവർക്കെന്താ ഫീലിങ്, ആ കളിയാക്കണ ആൾ നമ്മളാണെന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ഫീലിങ്സ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ബെറ്റർ. ഒരാളെ നമ്മൾ കളിയാക്കി കഴിഞ്ഞാൽ, നമ്മളെ ഇപ്പം തടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടമാണ്, നമ്മളെങ്ങനെ നടക്കണം, എങ്ങനെ, അത് നമ്മൾ നെവർ മൈൻഡ്, നമ്മളത് കാര്യമാക്കേണ്ട കാര്യമില്ല. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. എൻ്റെ അഭിപ്രായം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഓവറായിട്ട് ഇപ്പം ഞാൻ നല്ല തടിച്ചിരിക്കുകയാണെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ ആ തടി കാണുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും. ആ നല്ല ചബ്ബി ഫേസ് ഉള്ളത്, എനിക്ക് ചബ്ബി ഫേസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല സൈസുള്ള ഒരു കവളൊക്കെ ചാടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർ ഇതൊന്നും തടിച്ച് കൊഴുത്തൊക്കെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഫാറ്റ് ഫുഡ് മീൻസ് സാധാരണ പുറത്തുള്ള ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ തടിച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് മൈൻഡൊന്നും ചെയ്യുന്ന ഈ ചെവി കൂടെ കേട്ട് ഇപ്പം ചെവി കൂടെ കളയാം. ആ പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മളവരുടെ കോൺഫിഡൻസ് ഉണ്ട്. നമ്മളിങ്ങനെയാണെങ്കിലും നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് നടക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ അതൊന്നും മൈൻഡാക്കാതെ നമ്മളായിട്ടൊരു കോൺഫിഡൻസ് കിട്ടിയായി നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മൈൻഡാക്കേണ്ട ആവശ്യമില്ല. ദൈവം എല്ലാവർക്കും ഒരു കഴിവ് കൊടുക്കില്ലല്ലോ, എല്ലാവർക്കും സൗന്ദര്യം കൊടുക്കില്ല. കറുത്തേൻ്റെ വഞ്ഞി, തടിച്ചേൻ്റെ അടിച്ചേൻ്റെ വഞ്ഞി, മെലിഞ്ഞൊരു ചിലർ മെലിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കളിയാക്കുന്നവരുണ്ട്, ഉണ്ടെത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവരെന്ത്, ഇപ്പം നമ്മൾ കണ്ണാടെ നോക്കുമ്പോൾ നമ്മുടെ കുറവ് നമുക്ക് എന്തെങ്കിലും കാണാം, എല്ലാവർക്കും ഒരു കുറവുണ്ടാവും. അപ്പോൾ ആരെയും കളിയാക്കണ്ടെന്നിരിക്കും. ഇപ്പോൾ പണ്ട് ക്ലാസ്സിൽ പോകുമ്പോഴേലും ഓരോരുത്തർ കളിയാക്കുമ്പോൾ ആ കുട്ടി അട്ടിയിരുന്ന് കരയുന്നത് വിഷമം കൊണ്ടല്ലേ. അതേപോലെ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും. ദൈവം എല്ലാവർക്കും ഒരു ഇത് കൊടുക്കില്ലല്ലോ. അപ്പം പിന്നെ എന്തുവാ, ഇപ്പോഴത്തെ സൊസൈറ്റി എല്ലാവരും ഇപ്പോൾ ഒരു അങ്ങനെ കണ്ടവരെ മറ്റേതായിട്ട് മാറി നിന്ന് അയ്യോ കുറ്റം പറയുന്നത് മാത്രമല്ല, ഇയാൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വിഷമിക്കുകയാണ് വേണ്ട, അല്ലാണ്ട് അതിലൊരു കുറവായിട്ട് കാണുന്ന പോലെ ഉണ്ടെന്ന്. ഇപ്പോൾ എന്ത് കാലില്ല വെച്ചിട്ട് ഞങ്ങൾ പിച്ചയ്ക്ക് പോകണം അങ്ങനെ പറയുന്നവരുണ്ട്. പല രീതിക്കുള്ള മനുഷ്യരായതുകൊണ്ട് പല രീതിക്കുള്ള ഇതുണ്ട്. പക്ഷെ ആരും കളിയാക്കാണ്ടിരിക്കുക. ഇപ്പം നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് വിഷമവും. ഞങ്ങളെ കൂടെ തന്നെ ഈ റാമ്പിൽ ഇപ്പം ഇന്നത്തെ മോഡലിംഗ് ഷോയിൽ നമ്മളോട് ചേട്ടൻ പാർട്ടിസിപ്പേറ്റ് ഉണ്ട്. ആൾക്ക് ഒരു ലെഗില്ല, ആൾ മറ്റേ ആർട്ടിഫിഷ്യലാണ് വെച്ചിരിക്കുന്നത്. ആൾ പക്കാ കോൺഫിഡൻസോടെ നമ്മളോട് നമുക്കൊരു ഇൻസ്പിറേഷൻ അല്ലേ. ആളെ കല്യാണം കഴിഞ്ഞ് 44 വയസ്സുണ്ട്, ഒരു ലെഗില്ല. ആളിപ്പോഴും ഇതിനോട് പാഷനുകൊണ്ട് വരുന്നതാ. ബാക്കിയുള്ള ആൾക്ക് ഒരു ലെഗില്ല എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയ കോൺഫിഡൻസ്. കാരണം നമുക്ക് പോലും കുറേ നേരം നല്ല പ്രാക്ടീസ് ഗ്രൂമിങ് ചെയ്തപ്പോഴത്തേക്ക്
ഈ ലെഗിൽ വെച്ചിട്ട് നമുക്ക് നോർമലി പാടാണ്. അപ്പോൾ ആള് അതും വെച്ചിട്ടെന്ന് പറഞ്ഞു കട്ടയ്ക്ക് അവസാനം ലാസ്റ്റ് തീരുന്ന ഒരാൾ നിന്നു ഇത്രേ ഉള്ളൂ എനിക്ക് ഇനി വേണമെന്ന് പറയണത്. വീണ്ടും ചെയ്യാന്ന് പറയും. നമ്മൾക്ക് കാലും അടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക് നിൽക്കും. പക്ഷേ ആ പുള്ളിക്ക് അതില്ല. പുള്ളി ഒന്ന് വീണ്ടും ചെയ്യും, ഒന്നുകൂടെ ശരിയാക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും വേണം. അപ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് അതിൽ അതേപോലത്തെ ഒരാളാണ് എല്ലാ സൊസൈറ്റിയുള്ള എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ക്യാമ്പിൽ ഇറങ്ങാൻ പേടി വരുന്ന ഒരാൾക്ക് നല്ലൊരു ഇൻസ്പിറേഷനാണ്. അതും പിന്നെ പബ്ലിക്കിൽ എല്ലാവരും പേടിച്ച് മീൻസ് ഒഴിഞ്ഞ് മാറി നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ ഈ ചേട്ടനെ പോലെ ഈ പുള്ളിയെ പോലെ ചിന്തിക്കുന്ന സൊസൈറ്റി ഇതിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ ഒരു വേർതിരിവ് ഒരിക്കലും വരത്തില്ല. ബോഡി ഷേമിങ് ഒന്നും വരത്തില്ല. അത് ഫേസിൻ്റെ ആയാലും സൈസിൻ്റെ ആയാലും എല്ലാം. ഇല്ല, എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ഇട്ട എഫേർട്ടിൻ്റെ അത്ര ഞങ്ങളൊക്കെ പരമാവധി എഫേർട്ട് ഇട്ടിട്ടും ആളുടെ ഒരു കോൺഫിഡൻസിൻ്റെ അടുത്ത് പോലും എത്തണില്ല. ആളുടെ കോൺഫിഡൻസ് അത്രയും ഹൈ ലെവലാണ്. ഞങ്ങൾക്ക് എല്ലാം തികഞ്ഞിട്ട് പോലും ആ ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. പുള്ളി രാവിലെ ഏറ്റവും നേരത്തെ ഇന്നലെ ഗ്രൂമിങ് സെക്ഷനിൽ വേണ്ടിയിട്ട് രാവിലെ പുള്ളി ഇവിടെ 11 മണിക്ക് എത്താൻ പറഞ്ഞായിരുന്നു. പുള്ളി 10 മണിയായപ്പോഴും വന്ന് റെഡി ആയി നിൽക്കുക നമുക്ക് മുന്നേ. പുള്ളിയുടെ കോൺഫിഡൻസ് അത്ര കോൺഫിഡൻസ് ആണ്. അതെ നമ്മൾ കാരണം പുള്ളി അത്രയും കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പകുതി ലെവലും കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ മോശക്കാരി ഇതായിപ്പോകും. കാരണം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. കാരണം പുള്ളി അത്രയും കൊടുക്കും, നമ്മൾ അതിൻ്റെ ഒരു മാക്സിമം പകുതിയെങ്കിലും നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ എന്തായാലും കൊണ്ടുവന്നവരുള്ളൂ. ഒരു കളിയാക്കി പറയണ പോലെയല്ലേ അവർ ചെയ്യണത്. അപ്പോൾ അവരുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ തോന്നാറ്? ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് അങ്ങനെ വല്ലതും പറയാറുണ്ടോ പിള്ളേരൊക്കെ? എന്ത് പറയാനാണ്, ഒന്നും പറയാനില്ല. ഒരു മോൻ കൊടുക്കുന്നില്ല. അങ്ങനെ മോൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അവർ കളിയാക്കണ പല ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അവർ കളിയാക്കി അങ്ങോട്ട് പോവും. നമ്മളതിൽ മോൻ കൊടുക്കേണ്ടുന്ന കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും കളിയാക്കപ്പെടുന്നതായിട്ട് അനുഭവത്തിലോ അല്ലെങ്കിൽ അങ്ങനെ പരിചയമുള്ളവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരോഗ്യം നന്നായിട്ട് പോകുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യാതിരിക്കുവാണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കളിയാക്കൽ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശരീരത്തിൽ തടി കൂടിയ പ്രശ്നം, മെലിഞ്ഞ പ്രശ്നം, ജസ്റ്റ് ഒന്ന് കളർ കുറഞ്ഞ പ്രശ്നം, കളർ കൂടിയ പ്രശ്നം, അങ്ങനെ ഒരുപാട് കളിയാക്കൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനെന്നുള്ളതെന്ന് പറഞ്ഞാൽ കളിയാക്കൽ എന്തായാലും നല്ല രീതിയിലല്ല. ഒരാളുടെ വണ്ണം കൂടുന്ന ചിലപ്പോൾ ചിലർക്ക് കളറ് കുറവായിരിക്കാം. അതൊക്കെ ചിലപ്പോൾ അവരുടെ ശരീരപ്രകൃതി അതുപോലെ ആയിരിക്കാം, പാരമ്പര്യമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതായിരിക്കാം. അപ്പോൾ ഒരിക്കലും അത് കളിയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഒരു സാമാന്യ ബുദ്ധിക്ക് അനുസരിച്ച് അവരുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്. അവരെ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക, കളിയാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയണത്, ഓർക്ക് തടിയില്ലാഞ്ഞിട്ട് തടി കുറഞ്ഞൊരു തടിയുള്ളവരെ കുറ്റം പറയുക, തടി ഉള്ളവർ ഉള്ളതിന് മറ്റുള്ളവർ പരാതി പറയുക, അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അതെ, മറ്റുള്ളവരൊരു അസൂയ തോന്നും തടി ഉണ്ടല്ലോ എന്ന്. അപ്പം ആ തടി ഇല്ലാഞ്ഞിട്ടാണ് അവരങ്ങനെ പറയുന്നത് തടി ഉള്ളതിന്, അല്ലേ? ശരി തന്നെ. തടിയുള്ളവർക്ക് പല അസുഖം ഉണ്ടാവും, തടിയില്ലാത്തവർക്ക് വല്ല അസുഖമൊന്നും കുറവാകും. ഓരോ സൂക്കേട് ഉണ്ടാവും. പിന്നെ തൈറോയിഡ് ഉണ്ടായിട്ട് തടി വണ്ണം വെക്കുന്നവരുണ്ട്. പിന്നെ ഓരോ സൂക്കേട് ഉണ്ടാകുമ്പോൾ തടി കൂടും. അതെ, കാരണം അത് തടി വെക്കുന്നത് അവരുടെ പ്രശ്നമല്ലല്ലോ. അപ്പോൾ ഈ കളിയാക്കുന്നവരുടെ അടുത്ത് എന്താ പറയാ? അവർ പറയാനൊന്നുമില്ല, ഓല് പറഞ്ഞിട്ടല്ലേ, ഒരു വെറുതെ പറയുകയാണത്. അത് ഓൽക്ക് അനുഭവം വരുമ്പോൾ ഓല് പഠിക്കും. എന്തോ നമ്മൾ അത് അവരവരുടെ ഇഷ്ടമല്ലേ, മെലിഞ്ഞിരിക്കുകയോ വണ്ണം വെച്ചിരിക്കുകയോ, അത് അവർ അതിനകത്ത് കോൺഫിഡൻ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പറയാനാണെന്ന് അവരവരുടെ ചോയ്സ് പറയട്ടെ. നമുക്ക് നമ്മുടേതായ ഇഷ്ടമാണ്. വണ്ണം വെക്കുന്നവർക്ക് വണ്ണം വെക്കട്ടെ, അങ്ങനെ അവർക്ക് അങ്ങനെ ഇരിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അത് ശാരീരികമായിട്ട് ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ ഇതാണ്. നമ്മളതിനെ കളിയാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് എനിക്ക് പറയാറുള്ളൂ. എന്തെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങളിൽ അങ്ങനത്തെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, അറിയോ, പരിചയപ്പെട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? ഇല്ല, ഞാൻ ആരെയും പരിചയപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പൊതുവെ പുറകിൽ നിന്ന് ആരെങ്കിലും പറയുന്നുണ്ടായിരിക്കും, പക്ഷേ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല, മൈൻഡ് ചെയ്യാറില്ല. മൈൻഡ് ചെയ്യാറില്ല. അത് വളരെ മോശമായ ഒരു അഭിപ്രായമാണ്. ഇപ്പം ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും നീളക്കുറവ് എനിക്കാണ് അപ്പം പലരും പറയുന്നുണ്ട്, അയ്യോ നിൻ്റെ നീളം കുറഞ്ഞതാണോ, അതോ നീ തടിച്ചതുകൊണ്ട് കുറഞ്ഞതായിട്ട് തോന്നുന്നതാണോ എന്ന്. അതിൽ ഒന്നും ഒരു കാര്യമില്ല. അതൊക്കെ എങ്ങനെ ഏറ്റെടുക്കാറ്? വിഷമം തോന്നാറുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ? ഇല്ലില്ല, ചിൽ മൈൻഡിൽ എടുക്കാറാണ്. പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മൾ അംഗീകരിക്കാം. നമ്മുടെ ഗിന്നസ് ബക്രു പറഞ്ഞിട്ടില്ലേ, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന്. അതുപോലെ അദ്ദേഹത്തിന് പൊക്കം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇത്രയും അറിയപ്പെട്ടു. നമ്മൾ നമ്മുടെ ഉള്ളിലെ ടാലൻറ്റ് മറ്റുള്ളവരിലെത്തിക്കുക, നമ്മുടെ കഴിവ് എല്ലാവരിലും എത്തിക്കുക. നമ്മളെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നത്. അവരല്ലല്ലോ നമുക്ക് ഫുഡ് തരുന്നത്, നമ്മൾ നമ്മുടെ രീതിയിൽ.
മോശമായ ഒരു ഇതാണ്. പുറമേ കാണുന്ന ഒരു രീതിയിൽ ഒരാളെ വിലയിരുത്തരുത്. അയാളുടെ സ്വഭാവങ്ങളും അതുകൊണ്ട് മാത്രം നമ്മൾ പേഴ്സണാലിറ്റി അതാണ് ഏറ്റവും നന്നാക്കേണ്ടത്. നമ്മൾ അവരെ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം നമ്മളുള്ള ടാലൻസ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുക, അത്രേ ഉള്ളൂ. എനിക്കും ഇതേ അഭിപ്രായമൊക്കെ തന്നെയാണ്. അപ്പം ഞാനാണെങ്കിലും ഹൈറ്റ് ഉള്ളപ്പോൾ എന്നോടും കുറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഭയങ്കര ഹൈറ്റ് ആണല്ലോ എന്നൊക്കെ. അപ്പം ബോഡി ഷെയ്മിങ് ഇപ്പോൾ എല്ലാവരും നേരിടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡിലെടുക്കുക. ഐ മീൻ ഒരാളിപ്പോൾ നമ്മൾ ഷെയ്ം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതുതന്നെ എല്ലാം പോസിറ്റീവ് മൈൻഡിലെടുക്കുക. അതെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഓരോ കാഴ്ചപ്പാടാണ്. ഇപ്പം നമുക്ക് നമ്മുടേതായ രീതി കാണുമല്ലോ. നമ്മൾ മറ്റുള്ളവർ എന്ത് പറഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്യില്ലേ. നമുക്ക് നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി ഉണ്ട്, അതുമായിട്ട് എപ്പോഴും മുന്നോട്ട് പോവുക. അത് പറഞ്ഞാൽ പിന്നെ മാനസികമായിട്ട് ഒരാളെ തളർത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം പിന്നെ എനിക്കും ഇതേപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ രീതിയിലേക്ക് പിന്നെ ഉയരാനോ അല്ലെങ്കിൽ മാറാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിച്ച് വരുന്ന ചിലപ്പോൾ സിറ്റുവേഷൻ്റെ ഫാമിലിയിൽ നല്ല ഹൈറ്റുള്ള ആൾക്കാരാണ് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ജനിതകമായിട്ടുള്ള സംഗതികളുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കറുപ്പാണ്, എനിക്ക് വെളുപ്പാണ്, അങ്ങനെ കാണേണ്ട ആവശ്യമില്ലല്ലോ. മനുഷ്യന്മാരാകുമ്പോൾ എന്ത് ചെയ്യുക, പിന്നെ കറുപ്പിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, വെളുപ്പിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. അതേപോലെ തന്നെ തടിക്ക് അതിൻ്റേതായ സൗന്ദര്യമുണ്ട്, മെലിഞ്ഞ ആൾക്ക് അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. അപ്പം അങ്ങനെ പരസ്പരം പിന്നെ കളിയാക്കാതെ എല്ലാവരും ഒരുമിച്ച് പിന്നെ എല്ലാവരും ഇപ്പോൾ വെളുത്ത ആൾക്കാരാകുമ്പം ഈ സമൂഹത്തിന് എന്തൊരു ഭംഗി, എല്ലാം ഒരേ നിറമാകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ വ്യത്യസ്തമാകുമ്പോഴാണ് അതിനൊരു ഭംഗി കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളോട് പിന്നെ സമൂഹത്തോട് പറയാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളോട് നമ്മൾ പിന്നെ വിമുഖത കാണിക്കാതെ എല്ലാവരും നമ്മൾ ഒന്നാണെന്നുള്ള ഒരു ഒറ്റ ചിന്താഗതിയോട് കൂടിയിട്ട് നടക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെന്ത് ചിന്തിക്കാന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളെ ഹാപ്പിനെസ് നമ്മൾ മുന്നോട്ട് പോവുക. ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പല്ല് പൊന്തി പോലെ എൻ്റെ ഒരു പല്ലിന് ചെറിയൊരു കോട്ടറുണ്ട്. ചിരിക്കുമ്പോൾ പല ആളുകൾ നോക്കും, ആ പല്ല് കണ്ടിട്ട് ചിരിക്കാത്ത ഒരവസ്ഥയിലുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണ്ട. നമുക്ക് ചിരിക്കാൻ താല്പര്യമുള്ള സമയത്ത് നമുക്ക് ചിരിക്കുക, ഹാപ്പിനെസ് നമ്മൾ മുന്നോട്ട് പോവുക. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ഓരോരുത്തർ ഇതാണ് ഇപ്പോൾ കാണുന്നവർ പലതും വിചാരിക്കും. ഇപ്പോൾ ഞാൻ ഈ താടി വളർത്തിട്ട് ഈ സൊസൈറ്റി നടക്കണതാണ്. ആൾക്കാർ പറയണത് ഞാൻ കഞ്ചാവാണ് മറ്റേതാണ് പറയും. കഞ്ചാവെന്ന് പറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. അതൊക്കെ തന്നെ നമ്മളായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ബോഡി ഷേമിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഏറ്റവും മകുടമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നാണ് മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഓരോ മതത്തിലും ഓരോ മനുഷ്യനെ പറ്റിയും ഒരുപാട് നിർവചനങ്ങൾ പറയുന്നുണ്ട്. അതാത് മതത്തിൻ്റെ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുമ്പോൾ. പിന്നെ കളർ വെച്ച് കമ്പയർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു ഇത് വെച്ച് പറയുവാണെങ്കിൽ അത് ഒട്ടും അറിവില്ലായ്മയാണ്. കാരണം ഒരു കളറിലല്ല ഒരു വ്യക്തിയെ തിരിച്ചറിയേണ്ടത്. കാരണം ആ വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തിയുടെ സ്വഭാവശുദ്ധി, എത്ര മോടിയുള്ള വ്യക്തികളാണെങ്കിലും ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും നോക്കുമ്പോൾ ഒരുപാട് സൗന്ദര്യം കൂടിയതിൻ്റെ വെളിച്ചത്തിലാണ് പലരും മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. കാരണം പല പടങ്ങളെടുത്ത് നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഒരുപാട് ഈ സൗന്ദര്യത്തിൻ്റെ പുറകെ പോകുന്നവരാണ്. എന്നാൽ കളർ ഫെയ്ഡായിട്ടുള്ള ഒരാളുടെ പോലും ഒരു പടം ഏതെങ്കിലും തരത്തിൽ ദാരുണമായിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ പിച്ചി ചീന്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ നമ്മൾ തിരിച്ചറിയുന്നില്ല. വളരെ റെയറാണ്. ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും അല്ലെ പല സ്പോർട്സിലായാലും മറ്റേത് തലത്തിലായാലും നോക്കുമ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് വർണ്ണത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു കളർ എന്ന് വെച്ചാൽ ബ്ലാക്കിലുള്ളവർ തന്നെ. അപ്പോൾ കളറ് ഒന്നിനും ഒരു പരിഹാരമല്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുള്ളൂ. ഓരോരുത്തരുടെ ബോഡി ഷേപ്പിനനുസരിച്ചല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓരോരുത്തരുടെ മൈൻഡാണല്ലോ, എങ്ങനെ അവരവരുടെ ശരീരം എങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ഓരോരുത്തരുടെ മൈൻഡാണ്. അത് വേറെ ആരുടെ അഭിപ്രായത്തിലൊന്നും പറയാനൊന്നുമില്ല. ഒരാളെ ബോഡി ഷേമിങ് പറഞ്ഞാൽ എന്താ, അത് അയാളെ കുഴപ്പമില്ലല്ലോ. അതിപ്പോൾ ദൈവത്തിനായിട്ട് കിട്ടുന്ന ഒരു കഴിവാണ്. പിന്നെ അത് നമ്മൾ കണ്ടറിഞ്ഞാണ്ട് അവരെ കളിയാക്കല്ലേ ചെയ്യേണ്ടത്, ചേർത്ത് പിടിക്കുക. അല്ലാതെ കളിയാക്കിന്ന് കരുതിങ്ങാണ്ട് അയാളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോണില്ല. പക്ഷെ അയാളെ ഒപ്പം പിടിച്ചെന്ന് കരുതിങ്ങാണ്ട് ഒരു ചിരി കൊണ്ട് മാത്രം സെറ്റാക്കുക.
ഇയാൾ പറഞ്ഞ പോലെ തന്നെ ഒരാളെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് നമുക്കൊന്നും കിട്ടാ. നമ്മളൊരാളെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ നമ്മൾ സ്വയം രൂപ എങ്ങനെയെന്നും കൂടി ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ എനിക്ക് തന്നെ കൂടുതൽ ഇപ്പോൾ തടിയില്ലാത്തതിൻ്റെ പേരിലും ഒക്കെ അങ്ങനെ വരാറുണ്ട്. നമുക്ക് ഇപ്പോൾ മറ്റുള്ളവർ എങ്ങനെയാണെന്ന് ചിന്തിക്കാതെ നമ്മൾ സ്വയം നമ്മളായി ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരെ കളിയാക്കിയിട്ടോ അല്ലാതെ ഇതാക്കിയിട്ടൊന്നും ഒരു ജീവിതത്തിലൊരു സന്തോഷമൊന്നും ലഭിക്കാൻ പോണില്ല. നമ്മൾ നമ്മളുടേതായ രീതിയിൽ ജീവിച്ച് നമ്മളുടെ സന്തോഷം കണ്ടെത്തി അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ശരിയാണ്. അങ്ങനെ വണ്ണമുള്ള ആൾക്കാർ കളിയാക്കുന്നത് നല്ല കാര്യമായിട്ടുള്ളതല്ല. പിന്നെ അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആവുന്നതാണ്. കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ കാണുന്നത് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാത്തവർ അത് മൈൻഡ് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മൾ നമ്മുടെ ബോഡി നമുക്ക് ഇഷ്ടമാണ്, ദാറ്റ്സ് ഓൾ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ എന്ത് ചിന്തിക്കുന്നു എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർ മാത്രമല്ല. അല്ലാണ്ട് ഞാൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഡിസൈഡ് ചെയ്യുന്നില്ല, ഞാൻ ജീവിക്കുകയും ചെയ്യും. ദാറ്റ്സ് ഓൾ. ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല അതിനെപ്പറ്റി. ഇല്ല, തിരിച്ച് പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരാളിൽ എത്രമാത്രം ഹേർട്ടാകുന്ന നമുക്ക് പറയാൻ പറ്റില്ല. ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി പ്രായമായവരാണ് കൂടുതലും ബോഡി ഷെയ്മിങ് ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി അത് ഹേർട്ടാകും. അതുകൊണ്ട് പ്രതികരിക്കണം. അത് നമ്മൾ മൈൻഡ് ആക്കാത്തതല്ലേ നല്ലത്. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഡ്രസ്സിങ് ആണെങ്കിലും അവരവരുടെ ഇപ്പം ചിലപ്പം ഒത്തിരി ഫുഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടും വണ്ണം കുറയാത്തവർക്ക് ജനറ്റിക്കലുള്ള പ്രശ്നങ്ങളായിരിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മൈൻഡ് ചെയ്തിരിക്കാൻ നല്ലേ. ആൾക്കാരുടെ വാടക്കാൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ച് പറയാനിപ്പോൾ എന്താ, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ബോഡി ശൈലിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓരോരുത്തരുടെ രീതിയിൽ അവർ ഇഷ്ടത്തിന് നടക്കും. ചോദ്യം ചെയ്യുന്ന കുറേ സദാചാരക്കാരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ വടിയെടുത്ത് ഓടിക്കേണ്ടത്. എനിക്കത് തന്നെ പറയാനുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവരെ കളി കിട്ടുന്ന കാര്യം. അല്ല, ആക്ച്വലി എന്താ പറയുക, ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് സർക്കിളിലൊക്കെ ആയിരിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, പിന്നെ പരസ്പരം പറയാറുണ്ട്. ഓക്കെ, എന്നാലും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ വെച്ചിട്ട് ചിലർ ഓക്കെ പോട്ടെ എന്നുള്ള രീതിക്ക് ചിലർ കളയും. പക്ഷേ ചിലർ എങ്ങനെയാണ് നമ്മൾ അത് ഓരോരുത്തരുടെ മൈൻഡിൽ എങ്ങനെ എടുക്കുന്നു എന്നതുപോലെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ സൊസൈറ്റിയിലുള്ള എല്ലാ കാര്യത്തിനും നമുക്കെങ്ങനെ പറയാൻ പറ്റുമെന്ന് നമുക്ക് ഓരോരുത്തരുടെ കാര്യമാണ്. ഇപ്പോൾ എനിക്കെന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത്ര ഫ്രണ്ട്സ് എന്നുള്ള രീതിക്കാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കളയും. പിന്നെ ഈ എന്ത് പറയാനാണ്, നല്ലതായിട്ട് നമുക്ക് കൊള്ളുന്ന കാര്യങ്ങളില്ല, അതൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെറുതായിട്ടും കിടക്കും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ബോഡി ഷേമിങ് ഈ വണ്ണം ഉള്ളവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഈ വണ്ണം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമ്പോഴേക്കും അത് ചിലർക്ക് പേഴ്സണലായിട്ട് എടുത്തിട്ട് അത് ആ വണ്ണം അങ്ങനെ കുറച്ച് അല്ലെങ്കിൽ ബോഡി ട്രാൻസ്ഫർ ചെയ്തിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുക. അതൊക്കെ ആയിരിക്കും അവർക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം. എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ അങ്ങനെ ബോഡി ഷേമിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സിനെ നമ്മൾ കളിയാക്കും, അത് ഫ്രണ്ട്സ് നമ്മളത്ര ക്ലോസ് ആയതുകൊണ്ട് അമ്മമാർ ആ രീതിക്ക് എടുത്ത് ആ ചാപ്റ്റർ അപ്പോൾ ക്ലോസ് ആകും. എൻ്റെ ഇടയിൽ അങ്ങനെ ബോഡി ഷേമിങ്ങിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ആയിട്ടോ അങ്ങനെ സങ്കടപ്പെടുന്ന ഫ്രണ്ട്സ് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ഇഷ്യൂ ഇല്ലാണ്ട് ഇത്ര ആളുടെ കുഴപ്പമൊന്നുമില്ല. വണ്ണം വയ്ക്കുന്നത് പല കാര്യങ്ങൾ കൊണ്ട് വണ്ണം വയ്ക്കാം. ചിലപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, അസുഖങ്ങളുണ്ട്, വണ്ണം വയ്ക്കാം. അതുപോലെ ഇപ്പം ഞാനൊക്കെ വണ്ണം വെച്ചത് ഡെലിവറിക്ക് ശേഷമാണ്. അപ്പോൾ അങ്ങനെ വണ്ണം വയ്ക്കാം. ഇത് കുറയ്ക്കാനുള്ളൊരു സാഹചര്യം ചിലപ്പോൾ നമുക്ക് കാണും വീട്ടിൽ, ചിലപ്പോൾ കാണത്തില്ല. കാരണം കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നമുക്ക് ജിമ്മിലൊക്കെ പോയി ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് കുറയ്ക്കണമെന്ന് നമുക്ക് കാണും. പക്ഷെ അതിനുള്ള ടൈം കൂടെ കിട്ടിയാലേ നമുക്ക് പോകാൻ പറ്റും. ചിലപ്പോൾ ജോലിയും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഇതിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഇപ്പം നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ വണ്ണമൊക്കെ കുറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ആരോഗ്യം. അത് സ്വന്തമായിട്ട് ഇപ്പം നമുക്ക് തോന്നണം, നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആരോഗ്യമായിട്ടിരിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമുക്ക് അത് കുറയ്ക്കാം, അല്ലേ? അല്ലാതെ മറ്റൊരാൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. ഇപ്പം അത് പല കാര്യങ്ങളും ഉണ്ടല്ലോ വരുന്നത്, അവർക്കല്ലേ അറിയാം ഓരോരുത്തരുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താണ് അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ട്, നമ്മളെക്കാളും നല്ല അധികം ഫുഡ് കഴിക്കുന്നവരുണ്ട്, പക്ഷെ അവരൊക്കെ നല്ല മെലിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കാര്യമല്ല. നമുക്കും ആഗ്രഹമുണ്ട് മെലിയണമെന്നൊക്കെ, ആഗ്രഹം ഉണ്ട്. ചിലപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്തതിന് പെട്ടെന്ന് അത് വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് പറയാതിരിക്കുക. പിന്നെ ഓരോരുത്തരുടെ അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അവരിടുന്നു. അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ അവരത് ധരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അവരുടെ ഫാമിലിക്ക് പ്രോബ്ലം ഇല്ല, അവർക്കും പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ബോധേഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളുണ്ട്. ഇപ്പം മെലിഞ്ഞിട്ടാന്ന് പറഞ്ഞാലും പല്ല് വന്നിട്ടാന്ന് പറഞ്ഞാലും അത് വിചാരിച്ചുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പം നമ്മുടെ ഇതിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പം ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല.
പറയണവർ പറയട്ടെ. അപ്പോൾ ആർക്കെങ്കിലും എല്ലാവർക്കും ഒരാൾക്ക് റിപ്ലൈ കൊടുക്കാൻ എല്ലാവർക്കും പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് ആരെയും ചിലവരല്ല നമ്മൾ ജീവിക്കണത്. സ്വന്തമായിട്ടങ്ങ് പോവുക, മൈൻഡാക്കുക, ഹാപ്പി ആയിട്ടങ്ങ് പോവുക, അത്ര സീനേ ഉള്ളൂ. സൊസൈറ്റിയിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും ഉണ്ടാവില്ല, മെലിഞ്ഞ ആൾക്കാർ, തടിച്ച ആൾക്കാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ അവരെ നെഗറ്റീവ് അടിക്കാൻ പാടില്ലല്ലോ. സോ അവർക്ക് ജീവിക്കണം, ഇതാക്കണം. ഇപ്പോൾ ഞാൻ മെലിഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ജീവിക്കേണ്ടത് ഈ സൊസൈറ്റിയിൽ. എനിക്ക് മരിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന്. പിന്നെ അവർക്ക് മെലിയാണെങ്കിൽ മെലിയാനുള്ള ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്. തടിക്കണമെങ്കിൽ തടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരുടെ ഒരു ഇഷ്ടം. തടി ഉണ്ടായാലും മെലിഞ്ഞിട്ടാണെങ്കിലും അവരുടെ ആറ്റിറ്റ്യൂഡ്. അതൊന്നും ഒരു റീസൺ അല്ലല്ലോ. എല്ലാവർക്കും ഓരോരോ അവരുടേതായ ശരീരത്തിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. ചിലപ്പോൾ ചിലർ സ്ലിം ആയിരിക്കാം, ചിലർക്ക് ചിലപ്പോൾ സ്ലിം ബ്യൂട്ടി ആയിരിക്കാം ചിലർക്ക് ഇഷ്ടമുള്ളത്. പിന്നെ എന്താ പറയുക, ചിലർക്ക് തടിയുള്ളതായിരിക്കാം. അതൊന്നും സ്വാഭാവികമുള്ള എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. കളിയാക്കൽ വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളെ കണ്ടിട്ട് അയാളുടെ ചില സമയത്ത് അസൂയ ഉണ്ടാവാം, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ദേഷ്യം കൊണ്ടാവാം, അല്ല പല രീതിയിൽ കളിയാക്കൽ വരും. നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആകുമ്പോൾ കളിയാക്കും, അതൊരു സ്വാഭാവിക കാര്യങ്ങൾ, ഇടപെടുന്ന കാര്യങ്ങൾ. അത് കുറച്ച് മുതിർന്ന പ്രായം മാറുമ്പോൾ കളിയാക്കലിനൊരു വ്യത്യാസം വരും. നമ്മളിപ്പോൾ കുറച്ച് കാണാൻ കൊള്ളും, അല്ല അത്യാവശ്യം പൈസ ഉണ്ട്, അങ്ങനെ ആകുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവില്ല, കുശുമ്പും കാര്യങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു കളിയാക്കൽ രീതിയിൽ അത് വരാം. അപ്പോൾ ചിലവരൊക്കെ ജനറ്റിക്കലി വരുന്നതായിരിക്കുമല്ലോ, അപ്പോൾ നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ കളിയാക്കും, നമ്മൾ തമാശയ്ക്കാണെങ്കിലും അവർക്ക് അത്ര ഇത് ഹേർട്ട് ആവുന്നുണ്ടെന്നുള്ള നമ്മൾ ചിന്തിക്കാം. അവർക്ക് എന്തായാലും അതൊരു ഇതാവും, ഹേർട്ടാവും. കാരണം അവർ തടി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരിക്കൊരു കുത്തൽ പോലെയാവും ഉള്ളിൽ. ഞാനൊരു അപമാനമാണെന്നോ അങ്ങനെ ചിന്ത ഉണ്ടാവും. പേഴ്സണലി എനിക്ക് അങ്ങനെ കളിയാക്കൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കൂട്ടത്തിൽ എങ്ങനെയായിരിക്കും അത് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതെങ്ങനെയാണ്, ഞാൻ ഒരു കുറവാണോ എന്നുള്ള തോന്നൽ വരാം. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് പറയാനുള്ളത് അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വേറെ ആളെ കണ്ണിലൂടെ നമ്മൾ ചിന്തിക്കാണ്ട് നമുക്ക് നമ്മളേതായ രീതിയിൽ ജീവിക്കാം. കാരണം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം നേരെ തിരിച്ചാണ്. കാരണം അവർ കളിയാക്കുമ്പോഴേ, കാരണം ഇപ്പോൾ എനിക്ക് തടിയുണ്ട്, കാരണം നിങ്ങൾക്ക് തടിയില്ല. അപ്പോൾ തടിയാക്കുമ്പോൾ ഞാൻ തടിയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു ലെവലിലേക്ക് മാറിപ്പോയി ആ തടി നടന്നുണ്ട് നോക്കും. പക്ഷേ എതിരാളി നമ്മളൊരാൾ ഇങ്ങനെ പറയുമ്പോഴേ അത് മാറ്റി ചിന്തിക്കാൻ നമ്മൾ നോക്കുകയുള്ളൂ. കാരണം എനിക്ക് തടിയുണ്ടെങ്കിൽ ആ തടിയും കൊണ്ട് എനിക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്. കാരണം മെലിഞ്ഞവരെ കൊണ്ട് കഴിയാത്തത് തടിച്ച് വരുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് പക്ഷേ നമുക്ക് മനസ്സിലാവില്ല. കാരണം അവരെ ഇപ്പോൾ ഒരാൾ കളിയാക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എങ്ങനെ മറിച്ച്, കാരണം അവരെ കളിയാക്കൽ നമ്മൾ ഒരു പ്രതികാരമായി എതിർക്കാണ്ട് സ്വന്തം രീതിയിൽ അവർക്കെതിരെ മനസ്സുകൊണ്ട് നമ്മൾ ഒരു ടാലൻ്റായിട്ട് എടുത്തിട്ട്, ഇപ്പം തടിയുള്ളവർക്ക് കുറേ പേർക്ക് പറ്റും, മെലിഞ്ഞവർക്ക് കൊണ്ട് പറ്റാത്തത് തടിഞ്ഞവർക്ക് കിട്ടും. പക്ഷേ ആ തടിഞ്ഞവരാരും അതൊരു പുറത്തേക്ക് വരില്ല. കാരണം ഇങ്ങനെ ഒരു എഫർട്ടൊന്നും കിട്ടുന്നില്ല അവർക്ക്, ആരും കളിയാക്കുന്നില്ല, ഒന്നും ആക്കുന്നില്ല. കാരണം അവരെ രീതിയിൽ പോകുന്നു. അപ്പോൾ ഇതേപോലെ പറഞ്ഞ എഫക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അത് നേരെ തിരിച്ച് നമുക്കൊരു കോൺഫിഡൻസും. ഇത്തരം കളിയാക്കൽ പോസിറ്റീവാണെന്നാണോ ചേട്ടാ? പോസിറ്റീവ് ഉണ്ട്, രണ്ടും ഉണ്ട്. എല്ലാവരും ഒരേ മൈൻഡല്ല. നമുക്കറിയാമല്ലോ, നമ്മൾ കേരളത്തിൽ നടക്കുന്ന പലരും പല മൈൻഡുകളാണല്ലോ. അതുകൊണ്ട് പല മൈൻഡാണ് എല്ലാവർക്കും. അപ്പോൾ ആ ചിലർ ആ മൈൻഡ് മനസ്സിലാക്കി കൊണ്ട് നടക്കുന്നവർക്ക് അത് ഇമ്പോസിബിളാണ്. കാരണം തടിയുണ്ടെന്ന് പറയുന്നത് മാറ്റിയെടുക്കുക. തടിയുള്ളവർ എത്ര പേര്, നമുക്ക് പ്രഭുമാർ എത്രയോ പേര് ഗിന്നസ് റെക്കോർഡ് മേടിച്ചിട്ടുണ്ട്. അതുപോലെ പൊക്കം കുറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആരും മാറി നടക്കുന്നില്ല. ഗിന്നസ് ബക്കറു പോസിറ്റീവായി എടുക്കണം, എന്നിട്ട് അതിൽ നിന്നും മുന്നേറണം എന്ന് പറയണം. പോസിറ്റീവായി എടുത്ത് മുന്നേറണം. പക്ഷേ അതൊരു പ്രതികാരമായി അവരെ പറഞ്ഞുകൊണ്ട് തീർക്കാണ്ട് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്ത് സമൂഹത്തിൽ അവരെ നമ്മളൊരു തടിയുണ്ടെന്ന് ആരും പറയുന്ന രീതി നമുക്കാക്കാൻ പറ്റും. ബോഡി ഷെയ്മിങ് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളാരും ചെയ്യാറില്ല, ബോഡി ഷെയ്ം ചെയ്യാറില്ല. ഇപ്പോൾ അങ്ങനെ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഫ്രണ്ട്സിനാണെങ്കിലും അങ്ങനെ തമാശക്കെങ്കിലും നമ്മൾ കളിക്കുമ്പോൾ അവർക്ക് എത്രത്തോളം അത് ഹേർട്ടാവുന്ന എപ്പോഴെങ്കിലും പുറത്ത് കാണിക്കില്ല എന്നുള്ളൂ. പുറത്ത് കാണിച്ചില്ലെങ്കിലും അവർക്ക് ഹേർട്ടാവും. ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും ഹേർട്ടാവും. മാക്സിമം കളിയാക്കാണ്ടിരിക്കുക, ആലോചിക്കുക. ഓവർകം ചെയ്യാന്നല്ല, എന്താണെങ്കിലും ഹേർട്ടാവുമല്ലോ, ആൾക്ക് മനസ്സിലുണ്ടാവുമല്ലോ. എനിക്കതന്നെ പറയാനുള്ളൂ, വേറെന്താ പറയുക. സ്വയം ചിന്തിക്കുക, പറയുമ്പോൾ മുൻകൂട്ടി ചിന്തിക്കുക, നോക്കുക. പറയുന്ന ആൾ പെർഫെക്റ്റ് ആണോ എന്ന് ആലോചിക്കണം. കളിയാക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും. ജനിച്ചപ്പോൾ ജനറ്റിക്കലി കിട്ടുന്നതായിരിക്കും. അതെ, ജനിച്ചിട്ട് തടിയും മെലുപ്പും അറിയാൻ പറ്റില്ലല്ലോ. അതിന് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ. അങ്ങനെ കളിയാക്കൽ കേൾക്കുവാണെങ്കിൽ അപ്പോൾ പറയുന്ന ആൾ കുറേ ആളുണ്ടാവും. ചില ആൾ പറയൂല, ചില ആൾ പറയൂ. ചില ആൾക്ക് ഇഷ്ടപ്പെടില്ല, ചില ആൾക്ക് ഇഷ്ടപ്പെടും. തടിയാ മെലിയാന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അതുപോലെ ചില ആൾക്ക് തിങ്കിങ് ഉണ്ടാവും, ചില ആൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. പറയാമെന്നില്ല പിന്നെ അവർ
അതിപ്പോൾ എല്ലാവരും അങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ കളിയാക്കണോണ്ട് കുഴപ്പമില്ല. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് കളിയാക്കുമ്പോൾ അതിനെ റിയാക്ട് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. റിയാക്ട് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഒരു തടി കൂടിയെങ്കിലും മെലിഞ്ഞിരിക്കുന്നതൊക്കെ നമ്മളെ ജനറ്റിക്കലിയുള്ള പ്രശ്നങ്ങളാണ്. അപ്പം നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരം എങ്ങനെ കൊണ്ട് നടക്കുന്നത് നമ്മുടെ ഇഷ്ടമല്ലേ? ആ അതെ, ഇത് കൂടെ കേട്ടോ നമ്മൾ അപ്പുറത്ത് കൂടെ വിട്ടാൽ മതി. അത് മതി, അത്രേ ഉള്ളൂ. എല്ലാവർക്കും അതേപോലത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം സ്വന്തം കാര്യം നോക്കി നടക്കണതാണ് ഏറ്റവും അടിപൊളി. മറ്റുള്ള ആൾക്കാരുടെ കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ.